നമസ്കാരം. കുട്ടികളും അതുപോലെ തന്നെ പാരൻസും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് CA പ്രിപ്പറേഷൻ എന്ന് തുടങ്ങണമെന്നുള്ളത്. എന്ന് തുടങ്ങണമെന്ന് വെച്ചാൽ ഇപ്പോൾ സിവിൽ സർവീസ് പലപ്പോഴും അവയർനെസ് ക്ലാസ്സുകളും പ്രിപ്പറേഷൻസും എല്ലാം ഹൈസ്കൂൾ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സയൻസ് സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എല്ലാം +1 +2 കാലഘട്ടങ്ങളിൽ ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ CA സാധാരണ +2 കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നു എന്നുള്ളൊരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രീ പ്ലാൻഡ് ഒക്കെ ആയിട്ടാണ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ CA +2 കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലും നേരത്തെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതെന്നുള്ളത്. എൻ്റെ റെക്കമെൻഡേഷൻ ഇതിനുള്ള ഇത്രയാണ്. +1 +2 കാലഘട്ടമൊക്കെയും കുട്ടികൾ സന്തോഷിച്ചൊക്കെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സത്യമായ ഒരു കാര്യമാണത്. പക്ഷേ +2 കഴിഞ്ഞിട്ട് CA പോലുള്ള കോഴ്സുകൾ, ഏത് ഹൈ എൻഡ് പ്രൊഫഷണൽ കോഴ്സുകളായാലും കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സ്ട്രെസ് +1 +2 കാലഘട്ടങ്ങളിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. പക്ഷെ എന്നിരുന്നാലും സജഷൻ ഇതാണ്, +1 +2 കാലഘട്ടങ്ങളിൽ CA പോലുള്ള കോഴ്സുകളുടെ അവയർനെസ് വേണം. അതുപോലെ ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പഠിക്കുന്നത് തന്നെയാണ് പലപ്പോഴും CA കോഴ്സിനുള്ളത്. ഫൗണ്ടേഷൻ ലെവലിലേക്കും +1 +2 കോഴ്സിൻ്റെ കരിക്കുലം തന്നെയാണ്, അല്ലെങ്കിൽ സബ്ജക്ട്സ് തന്നെയാണ് കവർ ചെയ്തു വരുന്നത്. അപ്പോൾ +1 +2 കാലഘട്ടങ്ങളിലും നിങ്ങൾക്ക് CAയുടെ കോച്ചിങ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഒബ്ജക്റ്റീവ് വന്നിട്ട് നിങ്ങൾ +1 +2 സബ്ജക്ട്സിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്നുള്ളൊരു ഒബ്ജക്റ്റീവോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അതൊരു അഡീഷണൽ സ്ട്രെസ്സായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് CA എക്സാം ഫേസ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും കുറച്ചുകൂടി ഓറിയൻറ്റഡ് ആയിരിക്കും. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട്, +2 വരെയുള്ള സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ സജഷൻ ഇതാണ്, നിങ്ങൾ CA കോച്ചിങ്ങിനെ ഒരു അഡീഷണൽ ട്യൂഷൻ പോലെയൊക്കെ വേണമെങ്കിൽ +1 +2 കാലഘട്ടങ്ങളിൽ കൺസിഡർ ചെയ്യാം. +2 കഴിഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് CA എടുക്കുകയും ചെയ്യാം. പക്ഷെ സയൻസ് സ്ട്രീം സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് ഞാൻ ഈ പറഞ്ഞത് പ്രാക്ടിക്കലി അത്ര എളുപ്പമാവണമെന്നില്ല. കാരണം സയൻസ് സബ്ജക്ട്സിൻ്റെ കൂടെ കൊമേഴ്സ് സബ്ജക്ട്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അത്ര കണ്ട് ബെനിഫിഷ്യൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, +2 കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. CA അത്ര കണ്ട് ടഫ് ആയിട്ടുള്ള കോഴ്സൊന്നുമല്ല. കൺസിസ്റ്റൻസി ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ സയൻസ് സ്റ്റുഡൻസിനോട് എൻ്റെ റെക്കമെൻഡേഷൻ, +2 വരെ വെയിറ്റ് ചെയ്യുക, +2 കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.